എച്ച് പി ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് എത്തിയിരിക്കുന്നത് പുതിയ ടോപ്പിക്കുമായാണ്, ആംപ്ലിഫയർ. അപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതൊരു ക്ലാസ് ഡിയിൽ പെട്ട ഒരു ആംപ്ലിഫയർ ബോർഡാണിത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഇത് ചെറുതാണെങ്കിലും ഇതിന് ഹൈ പെർഫോമൻസ് ആണ് ഈ ആംപ്ലിഫയർ ബോർഡിന്. കാരണം ഇതൊരു ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് കൂടുതലായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അതിന് 90% നമുക്കൊരു ഔട്ട്പുട്ട് ഈ ആംപ്ലിഫയർ തരുന്നതാണ്. അപ്പോൾ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുഞ്ഞൻ ആംപ്ലിഫയർ. അപ്പോൾ ഇത് ക്ലാസ് ഡിയിൽ വരും. അപ്പോൾ ഇതിന് മാക്സിമം പവർ ഇത് ഔട്ട്പുട്ട് നമുക്ക് തരും. അത്ര ബാറ്ററി അതുപോലെ തന്നെ കറണ്ട് ഇത് എടുക്കില്ല. ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പിലുള്ള നമ്മൾ 6x9 കാറിൽ വെക്കുന്ന സ്പീക്കറാണ് നമ്മൾ ഔട്ട്പുട്ടായ സ്പീക്കറായി കൊടുക്കുന്നത്. ഇൻപുട്ട് നമ്മൾ മൊബൈലിൽ ഓഡിയോ ജാക്ക് വഴി നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുകയാണ്, മൊബൈൽ ഫോൺ വഴി. ഓക്കെ, ഈ രീതിയിലാണ് ഈ ആംപ്ലിഫയർ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഭാഗത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ മോഡൽ PAM 8403 എന്നുള്ള കുഞ്ഞൻ ഒരു ആംപ്ലിഫയറാണ്. പക്ഷേ ഇവ നിസ്സാർക്കാരനല്ല. അപ്പോൾ നമ്മൾ ഈ സ്പീക്കർ, ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് 3 വാട്ട് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് സ്പീക്കറിൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ കൊടുക്കാവുന്ന. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ കൊടുക്കുന്നത് 40 വാട്ടാണ്. നോർമൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീക്കറാണ്, കാറിൽ വെക്കുന്ന ഈ ഓവൽ ഷേപ്പുള്ള സ്പീക്കറാണ്. 6x9 സ്പീക്കറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അത് 4 ohms ആണ് അതിൻ്റെ ഇമ്പിഡൻസ് വരുന്നത്, റെസിസ്റ്റൻസ് വരുന്നത്. കോയിൽ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ ഇനിയും കൂടുതൽ വാട്ട് ഇതിൽ കൊടുക്കാം, മാക്സിമം കൂടുതൽ വാട്ട് ഇതിൽ കൊടുക്കാം, 40 കൂടുതൽ. ഇപ്പം 40 വാട്ട് നോർമലുള്ള സ്പീക്കറാണത്. അതൊരു നല്ലൊരു കമ്പനിയുടെ സ്പീക്കറാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ ആദ്യം ഇതിൽ ഞാൻ റൈറ്റിലാണ് കൊടുത്തത്. ഇതിൽ ലെഫ്റ്റും റൈറ്റിലൊക്കെ കൊടുക്കാം. ഇപ്പോൾ റൈറ്റിൽ നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുത്താൽ അത് നമുക്ക് റൈറ്റിൽ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിലാണ് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓഡിയോൻ്റെ അറിയാത്തവർക്ക് വേണ്ടി ഓഡിയോ ജാക്കിൻ്റെ കണക്ഷൻസ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ 3 പിന്നുണ്ട്. അപ്പോൾ 3 പിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്ഷൻസ് വരുന്നത് ഫസ്റ്റ് L ആണ് വരിക, ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ഗ്രൗണ്ട് ആണ് വരിക. ഇതിൽ ഞാൻ 2 ഇത് എടുത്തിട്ടുള്ളൂ, റൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. റൈറ്റ് ഗ്രൗണ്ട് കൂടി ഞാൻ ഒരു ഔട്ട്പുട്ട് ഇതിലേക്ക് എടുത്തത്, ഒരു ഇൻപുട്ട് ആയിട്ടല്ല, ഔട്ട്പുട്ട് അല്ല, സോറി, ഇൻപുട്ട് അതിലേക്ക് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചാർജർ വഴി ഇതിനൊരു ഇൻപുട്ട് 5 വോൾട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 3 ടൈപ്പുള്ളൊരു ഓഡിയോ ജാക്കാണ്. പക്ഷെ 4 പിന്നുള്ള ഓഡിയോ ജാക്ക് ഉണ്ട്, 4 പിന്നല്ല 4 കണക്ഷൻസ് ഉള്ള ഓഡിയോ ജാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ 4 എണ്ണം വരുന്നത്, ഫസ്റ്റ് വരുന്നത് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ഇവിടെ വരുന്നത് മൈക്ക് ഇൻപുട്ടാണ്. അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഏറ്റവും അവസാനത്താണ് ഗ്രൗണ്ട്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് 6ഉം L ആണ് കൊടുക്കേണ്ടത്. അത് ഇതിൻ്റെ കണക്ഷൻസ് അതിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു മോഡലാണ് 3 എണ്ണം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ L6 ഗ്രൗണ്ട്, അങ്ങനെയാണ് വരിക. ഫസ്റ്റ് ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്, അങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ ഇതിൽ ചില കളറ് വ്യത്യാസമുണ്ട്. Lന് റെഡ് വരും, 6 വൈറ്റ് വരും, ഗ്രൗണ്ടിന് ബ്ലാക്ക്, അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ ഇതിനൊരു കണക്ഷൻസ് നിങ്ങൾ കൊടുക്കാവൂ. പല മോഡലിലും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും വരുന്നത് ഈ ഒരു കളറിലാണ് വരിക. അപ്പോൾ 4 പിന്നുള്ളതിൽ വരുന്നത് ഫസ്റ്റ്
എല്ലിൻ്റെ കളറ് ബ്ലൂ ആയിരിക്കും, ആറിൻ്റെ കളറ് റെഡ് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് മൈക്ക് ഇൻപുട്ട് വരുന്നത് ഗ്രീൻ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് വരുന്നത് സാധാ നമ്മുടെ ബ്ലാക്ക് കളറായിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒക്കെ നോക്കി ഇതിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, മൈക്ക് ഇൻപുട്ട് ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ 5 വോൾട്ട് നിങ്ങൾക്ക് ബാറ്ററിയിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സോക്കറ്റ് വഴി ചാർജർ വഴി നിങ്ങൾക്ക് ഒരു 5 വോൾട്ട് ഇൻപുട്ട് ഇതിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പൊളാരിറ്റി എന്തായാലും മാറിപ്പോയത്. ഇങ്ങനെ ഒരു സോക്കറ്റ് നമ്മൾ വാങ്ങി വെക്കുമ്പോൾ, ഇതറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാണ്. ഈ സോക്കറ്റ് വാങ്ങി വെക്കുമ്പോൾ പൊളാരിറ്റി വ്യത്യാസം വരുന്നാറുണ്ട്. ഈ വെള്ളയിൽ പോസിറ്റീവ് ആയിരിക്കും ചിലപ്പോൾ ചാർജ് വരിക, അതുപോലെ തന്നെ റെഡിൽ നെഗറ്റീവ് ഒക്കെ ആയിരിക്കും ചിലത് വരിക. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് അത് നോക്കിയിട്ട് കണക്ഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കേബിന്. അപ്പോൾ പറഞ്ഞാൽ ഇതൊരു പഴയ കേബിനാണ്. ഞാൻ ഇതിന് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തതാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വെച്ചാൽ 2 സ്പീക്കർ ഉണ്ട് ഇതിനകത്ത്. ഇതാണ് നമ്മുടെ സ്പീക്കർ 9x6 അതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബൂഫർ ഉണ്ട്. ഇതും ബൂഫർ സ്പീക്കറാണ്, നമ്മുടെ സ്കാറിൽ വരുന്ന ബൂഫർ സ്പീക്കറാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇതും 4 ഓംസ് സ്പീക്കറാണ്. ഓക്കെ, ഇത് 6 ഇഞ്ച് 4 ഓം സ്പീക്കറാണ്. അപ്പോൾ ഈ ഒരു ഉണ്ടോ, ഇതിൻ്റെ വോൾട്ടേജ് ഇത് 40 വാട്ട് മിനിമം, നോർമൽ 60 വാട്ട്, 2 വാട്ട് മാക്സ് എന്നൊക്കെ ഇതിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. 4 ഓംസ് ആണ് ഇതിൻ്റെ ഇമ്പിഡൻസ് വരുന്നത്. ഓക്കെ, ഈ സ്പീക്കറാണ് ഇത്. നമ്മളിതിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ കേബിളിലേക്ക് താഴ്ത്തി വെച്ചു. നമ്മളൊന്ന് കൊടുത്തു നോക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കുഞ്ഞൻ ആംപ്ലിഫയർ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ ഇൻപുട്ട് കൊടുക്കാം. ഞാനിതിൽ റൈറ്റ് സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്പീക്കർ ഇൻപുട്ട് റൈറ്റായി കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പൊളാരിറ്റി നോക്കി ചെയ്യുക. അപ്പോൾ പൊളാരിറ്റി റെഡിക്കിനെ നമുക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കാണിച്ചു തരാൻ വേണ്ടി തൽക്കാലത്തേക്ക് ആണ് വയർ പിരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ലോണം തന്നെ സോൾഡർ ചെയ്ത് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സ്പീക്കറിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ഓഡിയോ ഇൻപുട്ട് ഓഡിയോ ജാക്ക് വഴി കൊടുക്കാം. അപ്പോൾ 5 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഓഡിയോ ജാക്ക് വഴി നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ലൈനെ ഇൻപുട്ട് കൊടുത്തുള്ളൂ, റൈറ്റ്. അപ്പോൾ ഇത് ലെഫ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പീക്കർ കൂടി ഇതിൽ കൊടുക്കാം. പക്ഷേ ഇതിൽ തന്നെ ഇത് ചൂടാകുന്നില്ല. ഒരു നോർമൽ ചൂട് പോലും കാണുന്നില്ല ഈ ഐസിക്ക്. കാരണം അത്രയും കൂളായിട്ട് ഐസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നമ്മളിത് ഓഫാക്കിയാൽ തന്നെ ഈ നമ്മൾ ചാർജറിലുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അത് തന്നെ ബാക്കി കുറച്ച് 2-3 സെക്കൻഡ് കൂടി ഇത് വർക്ക് ചെയ്യും ഈ ഒരു സൗണ്ട് തന്നെ.
കാരണം ഇതിൻ്റെ ചാർജറിൽ നമ്മൾ 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്ന ചാർജറിൽ കപ്പാസിറ്റർ സ്റ്റോറായ കറണ്ട് ഇതിലേക്ക് എടുക്കുന്ന ഒരു ടൈം ഇതിൽ പിന്നെയും നമുക്കൊരു 2 സെക്കൻഡ് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അത്രയും നമുക്ക് പെർഫോമൻസ് തരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് നമുക്ക് അത്രയും പെർഫോമൻസ് തരുന്നുണ്ട് ഇത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീക്കർ മാച്ച് ചെയ്ത സ്പീക്കറാണ് തോന്നുന്നത്. കാരണം ഐ സി ഒന്നും ഭയങ്കര ചൂടാകുന്നില്ല, നോർമൽ ചൂട് പോലും കാണുന്നില്ല ഐ സി ഒന്നും. ഓക്കെ, ഇതിപ്പോൾ 5 വോൾട്ട് ഇൻപുട്ടാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ 3 ആമ്പിയറാണ് ചാർജറിൻ്റെത്. അപ്പോൾ അതിനുള്ള 2 ആമ്പിയർ ആയെങ്കിലും അതിനുള്ള ഇത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള 4 ഓംസ് ഇത് അത്യാവശ്യം വാട്സ് ഉള്ള ഒരു സ്പീക്കറാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 6 സ്പീക്കറാണ്. പക്ഷെ അതിൻ്റെ പെർഫോമൻസ് കാണില്ല. ഇതിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഇത് തന്നെ ശരിക്കും ഓവർ ഷേപ്പിലുള്ള നല്ല പെർഫോമൻസ് ആണ് കാണുന്നത്. ഈ ഓവർ ഷേപ്പ് കാറിൽ വെക്കുന്ന സ്പീക്കറിനൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു ഓഡിയോ സിഗ്നൽ ഈ ഇൻപുട്ട് കിട്ടിയാൽ ഇത് നല്ല പവറിൽ നമുക്ക് ഓക്കെ ആക്കി തരും. അതുപോലെ തന്നെ നമുക്കിതിൽ വരുന്ന റേഡിയോ ഫ്രീക്വൻസി ഇല്ലേ, അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി നമുക്ക് FM USB AUX കാർഡ് എന്നൊരു കാർഡ് നമുക്ക് വാങ്ങാൻ കിട്ടില്ലോ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന FM ഫ്രീക്വൻസി നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. കാരണം അത് ഒരു ക്ലിയറിൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം അല്ലാണ്ട് നമുക്ക് വേറൊരു സാധാ ക്ലാസ് എ അല്ലെങ്കിൽ ക്ലാസ് AB അതിൽ ഒക്കെ ആംപ്ലിഫയറിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് നേരെ നമുക്ക് ഓഡിയോ സിഗ്നൽ നേരെ നമ്മൾ കൊടുത്താൽ നമുക്ക് അതൊരു ഔട്ട്പുട്ട് നമുക്കിതിൽ കിട്ടില്ല. FM നമുക്ക് ട്യൂണിങ് റെഡിക്ക് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ഈ ഒരു പോരായ്മയെ നമുക്ക് ഇതിൽ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം നമ്മൾ FM USB AUX കാർഡില്ലേ, അപ്പോൾ നമുക്ക് FM-ന് ഒരു ഔട്ട് നമുക്ക് ക്ലിയർ ഔട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ വേറൊരു ആംപ്ലിഫയർ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ക്ലാസ് A അല്ലെങ്കിൽ ക്ലാസ് AB ആംപ്ലിഫയർ വെച്ച് നോക്കാൻ നമുക്ക് ഇതിലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സിഗ്നലിനെ ഈ ഒരു ആംപ്ലിഫയർ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു.